എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ അമ്മ ഉണ്ടാക്കാൻ പഠിപ്പിച്ച ഒരു പഴയ കാല ചെമ്മീൻ കൊച്ചുള്ളി ഉലർത്താണ്. നല്ല സ്വാദാണ് കഴിക്കാനായിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ചെമ്മീൻ ഉലർത്ത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1/4 കിലോ അളവിലാണ് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. തോലൊക്കെ മാറ്റിയതിന് ശേഷമാണ് 1/4 കിലോ അളവ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടെ തന്നെ 1 സ്പൂൺ അളവില് മുളക് പൊടിയും, ഞാനിവിടെ എരിവെള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നേരം ചെമ്മീൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ 100 ഗ്രാം കൊച്ചുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 2-3 പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കാം. 10 മിനിറ്റിന് ശേഷം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതും. ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞാൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. 2 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച ചെമ്മീൻ മൂടി തുറന്നതിന് ശേഷം ഒന്നുകൂടി അടിച്ചേർത്തിളക്കി കൊടുക്കാം. ഇപ്പോൾ ചെമ്മീനിലെ ധാരാളം വെള്ളമെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചിയുമാണ് ചേർക്കേണ്ടത്. വീണ്ടും ഒന്നുകൂടെ ചെറിയ തീയിൽ വെച്ച് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നന്നായിട്ട് തന്നെ അടിച്ചേർത്ത് ഇളക്കി കൊടുക്കണം. ചെമ്മീൻ വേവിച്ചെടുക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ചെമ്മീൻ ഒന്ന് തിളച്ചു തുടങ്ങിയാൽ തന്നെ ഇതിലേക്ക് ധാരാളം വെള്ളമെല്ലാം വന്നു തുടങ്ങും. ഇനി നമുക്ക് മൂടി തുറന്നതിന് ശേഷം ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചുകൂടി എടുക്കണം. നല്ലപോലെ വെള്ളമെല്ലാം വറ്റി വരുന്ന പാകത്തില് നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാം. 100 മില്ലി അളവില് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അടിച്ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി തേങ്ങാപ്പാല് മുഴുവനും തന്നെ ചെമ്മീനിലേക്ക് പിടിച്ചൊന്ന് വറ്റി വരണ്ടു വരുന്ന ഒരു പാകത്തിലേക്ക് ആയി കിട്ടണം. ആ ഒരു പാകമാകുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ ചെമ്മീൻ കൊച്ചുള്ളി ഉലർത്തി ഇവിടെ റെഡിയാണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.